കുറെ ദിവസമായി നമ്മൾ കരുതുന്ന ഒരു അക്വേറിയം മീനെ മേടിക്കണം, ഒരു ബെറ്റർ ഫിഷിനെ മേടിച്ച് വളർത്തണം എന്നൊക്കെ കരുതിയിരിക്കുന്നു. അപ്പൊ ഇന്നിപ്പോ ലീവ് കിട്ടിയപ്പോൾ ഇന്നൊരു അക്വേറിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ബെറ്റർ ഫിഷുകളെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നീല, ബ്ലൂ, അങ്ങനെ പല രീതിയിലുള്ള, അത് ബ്ലൂ തന്നെ പല ടൈപ്പിലൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഫിഷുകൾ ഇരിപ്പുണ്ട് ഗ്ലാസ്സിൽ. നമുക്ക് ഏത് മേടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായി. എല്ലാം മേടിക്കണം എന്നുണ്ട്, പക്ഷെ എല്ലാം മേടിക്കാൻ പറ്റുമില്ല. നമുക്ക് ഒരു മീനെ മേടിക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കൊരു റെഡിനെ മേടിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ റെഡ് 2 ടൈപ്പ് ഉണ്ട്. റെഡ് അതിന്റെ വാല് ഫുള്ള് റെഡ് വരുന്നതുകൊണ്ട്, അതുപോലെ ഒരു വൈറ്റ് മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് എന്തായാലും നമുക്കൊരു മീനെ എടുത്തേ പറ്റുള്ളൂ. ഇവിടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുകയാണെങ്കിൽ, ആ കമന്റിന് ഒരുപാട് ലൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമന്റിന്റെ ലൈക്ക് നോക്കിയിട്ട് അതിൽ ഇഷ്ടപ്പെട്ട ഒരു മീനെ നമ്മൾ വീണ്ടും മേടിക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് എറണാകുളത്തുള്ള ഒരു അക്വേറിയം ഷോപ്പിലാണ്. ഇവിടെ കാണുന്ന മീനുകളാണ്. നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതിന്റെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്കത് മേടിക്കാവുന്നതാണ്. അതിന് ഒരുപാട് ലൈക്ക് കിട്ടുവാണെങ്കിൽ. ഇവിടെ ഇത് മാത്രമല്ല, ബെറ്റർ ഫിഷ് മാത്രമല്ല, അല്ലാണ്ട് ഒരുപാട് ഫിഷുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. ബെറ്റർ ഫിഷ് തന്നെ കാണിച്ചു തരാം. ഈ ഒരു മീനാണ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ കണ്ടതിൽ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടത് ഇതാണ്. അതല്ലാതെ പുതിയ മീനുകളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു റെഡ് ഫിഷിനെ എടുക്കാനാണ് കരുതുന്നത്. ഇത് അടിയിൽ ഒരുപാട് വേറെ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട്. ഗോൾഡ് ഫിഷ് ഒക്കെ ഉണ്ട്, കാർപ്പൊക്കെ ഉണ്ട്. കാർപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ചെറിയ ചെറിയ മീനുകളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് എല്ലാത്തിന്റെയും പേര് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാലും ബെറ്റ ഫിഷിന്റെ പേര് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ബെറ്റ ഫിഷിന്റെ പേര് പറയുന്നു. ഇതിലെ ഇവിടുത്തെ കളക്ഷൻ ഇത്രയാണ് വരുന്നത്. ഇവിടെ ഫുള്ള് മെയിലേ ഉള്ളു. ഫീമെയിലിന്റെ കാര്യങ്ങളൊന്നുമില്ല. ഫീമെയിലിനെ പറ്റി ഞാൻ ചോദിച്ചായിരുന്നു. ഫീമെയിൽ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹോൾസെയിൽ റേറ്റിലാണ് വരുന്നതെന്ന് പറഞ്ഞത്. പക്ഷെ എന്നാലും 90 രൂപയാണ് ഒരു ഫിഷിന് വരുന്നുണ്ട്, ബെറ്റ ഫിഷിന്റെ റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മളൊരു ഫിഷിനെ എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ബെറ്റ ഫിഷ്. ഇതിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് റെഡ് വേണമെന്ന് പറഞ്ഞാൽ റെഡിൽ ഒരു വൈറ്റ് വരുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷെ ഇതിനെ നമ്മൾ കൊണ്ടയിട്ടപ്പോ ഇതിനെ ഈ ഒരു കാണുന്ന ഭംഗിയില്ല ഇതിനെ കൊണ്ടയിട്ടപ്പോ. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഇതിനെ പാക്ക് ചെയ്യുകയാണ്. ഇതിന് ഏകദേശം 90 രൂപയാണ് വരുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഫിഷിനും 90 രൂപയാണ് വരുന്നത്, ബെറ്റ ഫിഷിന് മാത്രം. മറ്റു ഫിഷുകൾക്കെല്ലാം പല റേറ്റാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഫിഷിനെ എടുക്കുകയാണ്, ഇതിനെ പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇതിനെ നമ്മൾ പാക്ക് ചെയ്ത് ഇനി റൂമിൽ കൊണ്ടുവരണം. റൂമിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ബദാമിന്റെ ഇലയിലിട്ട് അവിടെ ഒരു വെള്ളം സെറ്റ് ആക്കിയിട്ടുണ്ട്. ചെറിയൊരു ടിന്നാണ്, മറ്റേ ജ്യൂസ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ടിന്നില്ലേ, അതിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ടിന്ന്. ഇതിനകത്ത് നമ്മൾ ബദാമിന്റെ ഇലയിട്ട് വെച്ചിരിക്കുകയാണ്. അതാണ് ഈ ഒരു യെല്ലോ കളറിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ അകത്ത് ഇത് ഓപ്പൺ ആക്കി ഇടണം. ഇതിന്റെ അകത്ത് ഇട്ട് കഴിയുമ്പോൾ ഉള്ള വിഷ്വൽ എഫക്റ്റ് ആണ് നിങ്ങൾ ഇനി കാണുന്നത്. ഇത് നിങ്ങൾ കാണുന്നത് ഈ അതിന്റെ അകത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു മഞ്ഞ ഷെയ്ഡ് ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ആ മഞ്ഞ വെള്ളം അത് ബദാമിന്റെ വെള്ളമാണ്. ആ വെള്ളത്തിൽ കിടക്കുന്നുള്ള ഒരു വിഷ്വലാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പൊ ഇത്രയുള്ള വീഡിയോ. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.